പറയണോ മിഞ്ഞാന്ന് രാത്രി എന്നോടാണ് ടിക്കറ്റ് എടുത്ത് തരുമ്പ ഞാൻ പോവാണ് ഇവിടെ നിന്നാ പല പ്രശ്നങ്ങളാണ്. അവന് പിന്നെയും അവളുടെ ഉമ്മ ഓരോ കാര്യത്തിന് കേസ് കൊടുക്കും. ഒരു കേസ് കൊടുക്കാൻ എന്താ കാരണം വെച്ചാൽ ഈ ഉമ്മാക്കൊരു വേറെ റിലേഷൻ ഉണ്ട്, അതിപ്പം കണ്ടുപിടിച്ചു. അത്രക്കും ഇറങ്ങാറിലാണ് ഞാൻ ഈ പറഞ്ഞിട്ട്. ഞാൻ 10 മാസം കൊണ്ടുവരുന്ന പെറ്റ് തള്ളല്ല ഞാൻ. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോയിൽ വന്ന ശേഷം യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിൽ പോലീസിനും കാരണക്കാരായവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവാവിന്റെ കുടുംബം. മുക്കട്ട അയ്യാർപൊയിൽ തൈക്കാടൻ അബ്ദു ഫാത്തിമ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ജാസിദിനെയാണ് ഞായറാഴ്ച പുലർച്ചെ 1:30 വീടിന്റെ ടെറസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. ഞായറാഴ്ച പുലർച്ചെ 1:15 ജാസിദ് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വീഡിയോ ചെയ്തത്. ഇത് ഗൾഫിലുള്ള സുഹൃത്തുക്കൾ കണ്ട് നാട്ടിലുള്ളവരെ അറിയിക്കുകയായിരുന്നു. അവർ വീട്ടുകാരെ വിളിച്ചുണർത്തി ചെന്നു നോക്കിയപ്പോൾ 1-ാം നിലയിലെ കിടപ്പുമുറിക്ക് സമീപമുള്ള ടെറസിൽ ജാസിദിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 6 മാസമായി എറണാകുളത്ത് മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു ജാസിദ്. ഈ മാസം 31-ന് സൗദിയിലേക്ക് പോകാനിരിക്കെയാണ് ആത്മഹത്യ ചെയ്തത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2 വർഷമായി ഒരു പെൺകുട്ടിയുമായി പ്രണയബന്ധമുണ്ടായിരുന്നെന്നും പിന്നീട് അത് തകർന്നുവെന്നും പറയുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട പരാതിയിൽ പലതവണ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ബുദ്ധിമുട്ടിച്ചതായും തന്റെ ഭാഗം കേൾക്കാതെ രാത്രി 1 മണി വരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തിയതായും പറയുന്നു. 2 പോലീസുകാരുടെ പേരും പറയുന്നുണ്ട്. കൂടാതെ നിലമ്പൂരിലുള്ള 4 പേരാണ് തന്റെ മരണത്തിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. RIP എന്നെഴുതി കൂട്ടുകാരോടും കുടുംബാംഗങ്ങളോടും മാപ്പ് പറഞ്ഞ് സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്താണ് ആത്മഹത്യ ചെയ്തത്. മരണവുമായി ബന്ധപ്പെട്ട് പിതാവും സഹോദരങ്ങളും നിലമ്പൂർ പോലീസിൽ പരാതി അറിയിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പോലീസ് ഇക്കാര്യത്തിൽ കാണിച്ച സമീപനം മരണത്തിന് കാരണമായതായും വീഡിയോയിൽ പറഞ്ഞ 4 പേർക്കെതിരെയും നടപടിയെടുക്കണമെന്നും ജാസിദിന്റെ മാതാപിതാക്കളും സഹോദരനും പറയുന്നു. പറയണോ മിഞ്ഞാന്ന് രാത്രി എന്നോടാണ് ടിക്കറ്റ് എടുത്ത് തരുമ്പ ഞാൻ പോവാണ് ഇവിടെ നിന്നാ പല പ്രശ്നങ്ങളാണ്. എന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് എൻ്റെ ഫോണിലുള്ളത് മുഴുവൻ ഒരു കാര്യമൊക്കെ. പിന്നെ ഇനി എൻ്റെ അടുത്ത് ഒരു തെളിവില്ല. ഇനി എന്തെങ്കിലും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കാട്ടി കൊടുക്കാനും ഫോണിലൊന്നുമില്ല. ഫോണിൽ എറിഞ്ഞ് പൊട്ടിച്ചാൽ നിന്നിട്ട് വിലക്കുള്ള ഫോണാണ് പറഞ്ഞിട്ട് ഫോൺ ഒഴിവാക്കി വിട്ടതാണ്, തന്നതാണ് ഇച്ച്. അപ്പോൾ ഇത് ചിലപ്പോൾ പെണ്ണ് ഓൻ്റെ പാകാക്കാൻ, ചിലപ്പോൾ ഓൾ ഉമ്മാൻ്റെ പാകം. ഇന്നാൾ ഇതേമാതിരി ഒരു കേസ് കൊടുത്തുങ്ങാണ്ട് ഓള് പിന്നെ 18 വയസ്സ് ഓന് 21 വയസ്സായിരിക്കുന്നു പറഞ്ഞ് കേസൊന്നും ഇല്ലാതെ അങ്ങനെ വിട്ടതാണ്. ഇപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് ഇനിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നാണോ മിഞ്ഞാന്ന് രാത്രി ഞങ്ങളോട് പറഞ്ഞത്. എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി പോലാണോ എന്ന് പറഞ്ഞത്. അവൻ പറഞ്ഞത് അത്ര പറഞ്ഞങ്ങാണ്ട് അവിടുന്ന് പോയതാണോ അവൻ പറഞ്ഞത്. ഇതിങ്ങനെ ഓല് എപ്പോഴും ഇത് കേസ് കൊടുക്കും. ഒരു പ്രാവശ്യം ഓളമ്മ വീട്ടിൽ വന്നു. ഓളമ്മ എല്ലാത്തിനും കൂട്ടി നിന്നങ്ങാണ്ട് പിന്നെ ഓനെ കുറ്റം പറഞ്ഞങ്ങാണ്ട് വന്ന് വൃത്തിയിട്ട ചെറുക്കനെ കൊണ്ട് കെട്ടിച്ചിട്ട് ഇഷ്ടമല്ല. അപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങൾക്കും അത്രയും ഇഷ്ടമല്ല കെട്ടിച്ചിട്ടത്. അതൊക്കെ തന്നെ ഞങ്ങളും പറഞ്ഞു. അപ്പോൾ ഓൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതുവരെ അതിന് കൂട്ടി നിന്നങ്ങാണ്ട് ഇപ്പം ഇജ്ജ് കുറ്റം പറഞ്ഞ് വന്നൊക്കെയല്ലേ ചോദിച്ചു ഞാനും എൻ്റെ ഓളമ്മാനോട്. പിന്നത്തത് എപ്പോഴും ഓലിങ്ങനെ ഓരോരോ പ്രാവശ്യം കേസ് കൊടുക്കലും ഇതാകലും ആയിട്ട് ഓല് കൊന്നതാണ് എൻ്റെ കുട്ടീനെ. ഓല് എന്തോ മിന്നാന്ന് പോയിൻ്റെ എന്തെങ്കിലും ഓന് വിട്ടിട്ടുണ്ടാവും ഫോണിക്ക്. അത് കണ്ടപ്പോൾ ഓന് മനസ്സടങ്ങാറായി കാണും ഓൻ ചെയ്തത് തന്നെയാണ്. അല്ലാതെ ഒന്നും ഓൻ ചോദിച്ചില്ല. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. എല്ലാവരായിട്ടും നല്ല ഇതായിട്ട് കണ്ടു. ചത്ര തന്നെ എൻ്റെ കുട്ടീനെ ഓല് കൊന്നതാണ്. അതുപോലെ അനുഭവിച്ച് തന്നെ വേണം. എൻ്റെ കണ്ണീര് അവർക്ക് നല്ലോ തട്ടണം. ചത്തർക്കും ഇറങ്ങാറിലാണ് ഞാൻ ഈ പറഞ്ഞിട്ട്. ഞാൻ 10 മാസം കൊണ്ടുവരുന്ന പെറ്റ് തള്ളല്ല ഞാൻ. അത്രക്കും ഇറങ്ങാറായിട്ട് ഞാൻ ഈ പറയുന്നത്. അതിനൊന്നും പറയാം. കുട്ടി പോയില്ല. അത് ഇവർ തമ്മിൽ നല്ല റിലേഷനായിരുന്നു. പിന്നെ അവരുടെ വീട്ടുകാർക്ക് സമ്മതമായിരുന്നു റിലേഷൻ. അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളത് സമ്മതിക്കോ ഇല്ല ഉള്ള പ്രശ്നമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ റിലേഷനെ അറിഞ്ഞപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എൻ്റെ ഉപ്പയും എൻ്റെ വൈഫോ പോയത് അവരുടെ വീട്ടിലോട്ട് കാര്യം പറയാൻ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കത് സമ്മതമല്ല, ഇന്നത്തോട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും അങ്ങനെ ഓക്കെ ഇനി ഒന്നും കോണ്ടാക്റ്റും കൂലിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിർത്തി പോകുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവന് പിന്നെയും അവളുടെ ഉമ്മ ഓരോ കാര്യത്തിന് കേസ് കൊടുക്കും. ഒരു കേസ് കൊടുക്കാൻ എന്താ കാരണം വെച്ചാൽ
ഈ ഉമ്മാക്കൊരു വേറൊരു റിലേഷൻ ഉണ്ട്. അത് ഇവൻ കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചപ്പോൾ അവളുടെ ഉപ്പാനെ അറിയിച്ചപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തു, അവളുടെ ഉമ്മ ഇവളെ ടോർച്ചർ ചെയ്യാൻ, ഇവളെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കും. ഈ കേസ് കൊടുക്കുമ്പോഴൊക്കെ ഇവന് സ്റ്റേഷനിൽ പോയി വരുമ്പോഴൊന്നും അവൻ്റെ കയ്യിലെല്ലാ തെളിവുണ്ട്. അവരത് ഒന്നിച്ച് ഇഷ്ടത്തിലാണ്, അവർ പീഡിപ്പിക്കുന്നില്ല, രണ്ടുപേരും സമ്മതത്തോടെയാണ് റിലേഷനൊക്കെ പോലീസുകാർക്ക് മനസ്സിലായപ്പോഴൊക്കെ അവന് കൂളായിട്ട് ഇറങ്ങിപ്പോരാണ് സ്റ്റേഷനിൽ നിന്ന്. ഇപ്പോൾ ഈ ലാസ്റ്റ് പ്രാവശ്യം അവന് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴേ അവൻ്റെ ഫോണിലുള്ള കംപ്ലീറ്റ് പ്രൂഫും 2 പോലീസുകാർ ഡിലീറ്റ് ചെയ്തു. അവനോടൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അവളുടെ ഉമ്മാൻ്റെയും അവളുടെയും ഭാഗം മാത്രമായിട്ടാണ് ഇവർ പോലീസുകാർ സംസാരിക്കുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ഈ ഫോണൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് എനിക്ക് ഫോൺ കിട്ടിയത്. ഈ ഫോൺ കിട്ടിയതിന് ശേഷം അവൻ്റെ ഫോണിലൊന്നുമില്ലല്ലോ. ഇനിയൊരു കേസ് ഉണ്ടായാൽ എന്താ ചെയ്യുക, ഒരു തെളിവൊന്നും അവൻ്റെ കയ്യിലില്ല. അപ്പോൾ അതിൻ്റെ മനോവിഷമത്തിലാണ് അവന് ഈ ആത്മഹത്യ ചെയ്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.